കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്തെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് NIA കോടതി. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് മാത്രമാണ് കേസിലെ പ്രതി. ഇയാൾക്കെതിരെ NIA ചുമത്തിയ 38, 39 വകുപ്പും 120B വകുപ്പും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. വിശദമായ വാദം കേട്ട ശേഷമാകും ശിക്ഷ വിധിക്കുക. ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനുമായി ചേർന്ന് റിയാസ് അബൂബക്കർ കേരളത്തിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തതാണ് NIA കണ്ടെത്തൽ. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറിനെതിരെ NIA ചുമത്തിയ UAPA വകുപ്പുകളും ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞതായി കോടതി കണ്ടെത്തി. 2019 ഏപ്രിലിലാണ് ഇയാളെ NIA അറസ്റ്റ് ചെയ്തത്. പുതുവത്സര ദിനത്തിൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടെന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിൽ ലുലു മാളിന് സമീപത്ത് വെച്ചും മറൈൻ ഡ്രൈവിൽ വെച്ചും ഗൂഢാലോചന നടത്തി. അഫ്ഗാനിസ്ഥാനിൽ പോയി IS-ൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പദ്ധതികൾ. അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ വോയിസ് ക്ലിപ്പുകൾ പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തി. ഡിജിറ്റൽ രേഖകൾ, CDR, ടവർ ലൊക്കേഷൻ, സോഷ്യൽ മീഡിയ വിവരങ്ങൾ എന്നിവയും തെളിവുകളായി. സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് സ്വയം ചാവേറാകാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായത്. ഇയാൾക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസലിനെയും കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെയും പിന്നീട് മാപ്പുസാക്ഷികളാക്കി. ശ്രീലങ്കൻ സ്ഫോടക പരമ്പര ആസൂത്രണം നടത്തിയവരുമായി ചേർന്നാണ് കേരളത്തിൽ ആക്രമണം പദ്ധതിയിട്ടതെന്നാണ് NIA കണ്ടെത്തൽ. News 18 കൊച്ചി.